എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാരു സർക്കിളിൻ്റെ 2020 അതായത് 2020 അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഒക്കെ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, അതായത് ബോട്ടിൽസ് ആവാം, കാർഡ്സ് ആവാം, എന്തും ആവാം, നിങ്ങൾ ചെയ്യുന്ന വർക്ക്, ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ നമുക്ക് അതിനകത്തൂടെ അയച്ചു തരാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കുപ്പി. അത് നിങ്ങൾക്ക് മൾട്ടി സർഫസ് പെയിൻറ്റ് ഉപയോഗിക്കാം, അക്രിലിക് പെയിൻറ്റ് ഉപയോഗിക്കാം, ചോക്ക് പെയിൻറ്റ് ഉപയോഗിക്കാം, ഏത് പെയിൻറ്റ്, ഇനാമൽ പെയിൻറ്റും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഏത് പെയിൻറ്റും ഉപയോഗിക്കാം. ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി എപ്പോഴും ഈ ബ്ലാക്ക് കളർ കൊടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ബ്ലാക്ക് എല്ലാവർക്കും ഏകദേശം നല്ല ഇഷ്ടമുള്ളൊരു കളറാണ്. ബ്ലാക്കും ഗോൾഡൻ കളറിൽ ഒരു കോമ്പിനേഷനാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പറ്റിയ രീതിയിൽ കലണ്ടർ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതേ ഞാൻ കോപ്പി എടുത്തിട്ടുണ്ട്. അതിന് പറ്റിയ രീതിയിൽ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പ്രിൻ്റ് നമ്മൾ കുറഞ്ഞ രൂപയിൽ, അതായത് ഒരു 38 രൂപ മുതൽ 400 രൂപ വരെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അത് നമ്മൾ പറയുന്ന രീതിയിൽ പ്രിൻ്റ് എടുത്ത് തരുന്നവരുണ്ട്. അതിപ്പോൾ ലേസർ പ്രിൻ്റ് ആയിക്കോട്ടെ, സാധാരണ പ്രിൻ്റ് ആയിക്കോട്ടെ, നമ്മൾ പറയുന്ന രീതിയിൽ എടുത്ത് തരുമ്പോൾ അതനുസരിച്ചുള്ള റേറ്റും ആവുന്നുണ്ട്. അപ്പോൾ പല റേറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ നല്ലൊരു രീതിയിൽ തന്നെ, ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രിൻ്റ് എടുക്കുമ്പോഴാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നില്ല, കുറച്ചൊന്ന് ഒരു ബുമ്മ് വേണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം പ്രിൻ്റ് എടുക്കാൻ. അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തു. ഈ പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് കുപ്പിയാണോ എടുക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരു അളവിൽ വേണം നമ്മൾ പ്രിൻ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു ഗോൾഡൻ, ഒരു എന്താ പറയുക, കല്യാണക്കുറിയൊക്കെ ഇല്ലേ, കല്യാണ ലെറ്റർ, അപ്പോൾ ആ വെഡ്ഡിങ് കാർഡ്സിൻ്റെയൊക്കെ ഒരു ഫോമിലാണ് ഞാൻ ഇന്ന് പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു കടയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മിക്കപ്പോഴും അവിടെ തന്നെയാണ് പ്രിൻ്റൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി റേറ്റ് കൂടുതലാണ്. സാധാരണ പ്രിൻ്റ് എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പിന്നെ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഓരോ മാസം ഞാൻ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് നമ്മുടെ ഫെവിക്കോൾ തന്നെ എടുക്കാം, അതിലൊട്ടിക്കോളും. അപ്പോൾ ഫെവിക്കോൾ എടുക്കുക, നേരെ ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേ എവിടം വരെയായി? 31 ഡിസംബർ 31 രാത്രി വരെ നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വിന്നർ അനൗൺസ്മെൻ്റ് ഒക്കെ പതിയെ ചെയ്യാം. കാരണം എനിക്ക് 31 രാത്രി വരെ തരുന്നത് നോക്കി കണ്ടുപിടിക്കേണ്ടേ വിന്നേഴ്സിനൊക്കെ. അപ്പോൾ അവരെ കാത്ത് നല്ല സമ്മാനങ്ങൾ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി അയക്കാത്തവരുണ്ടെങ്കിൽ അയയ്ക്കുക. അപ്പോൾ നമ്മൾ 2021 അതായത് 2021 നമ്മളിവിടെ ഒട്ടിക്കാൻ പോവുകയാണ്. അതും ഞാൻ ആ പ്രിൻ്റ് എടുത്തതാണ്, ഒരുമിച്ച് പ്രിൻ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഗോൾഡൻ കളറാണ് എടുത്തത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഞാനിവിടെ. അപ്പോൾ സാധാരണ കളർ എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് ഗോൾഡൻ കളറൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അതിന് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. നേരെ അങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ അതിനൊരു ഭംഗിയില്ല. അപ്പോൾ അത് 2-0 അതായത് 2-1 എന്നൊക്കെ ഉള്ള 2021 നല്ല ഷേപ്പിൽ ഞാനത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിരിക്കണം. അപ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ എല്ലാ കലണ്ടറിനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഗോൾഡൻ ഫിനിഷിംഗ് ഉണ്ട് ആ പേപ്പറിന്. അപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഗോൾഡ് ബുമ്മ് വരുത്താൻ വേണ്ടി നമ്മളൊരു എടുപ്പ് വേണമല്ലോ, ഒരു ഗോൾഡൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മെറ്റാലിക് ഗോൾഡ് ഒന്ന് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ബ്രഷ് കൊണ്ടൊന്ന് ടച്ച് ചെയ്തിട്ട് കൈ കൊണ്ടോ സ്പോഞ്ച് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ തൊട്ട് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ 2021 കലണ്ടറും ഒക്കെ ഒന്ന് ഔട്ട്ലൈൻ ഈ ഒരു കളറിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ കുപ്പിയുടെ, അത് നമുക്ക് ചണച്ചരടിയിട്ടൊന്ന് കെട്ടിവെക്കാം. അത് മൊത്തത്തിൽ അങ്ങ് കെട്ടണ്ട, കാരണം കുറച്ച് ബ്ലാക്ക് കളർ ഒന്ന് കാണണം, എന്നാലേ ഒരു ഭംഗിയുള്ളൂ. എന്നിട്ട് ആ ചണച്ചരലിന് മേലെ നമുക്ക് ഗോൾഡൻ ഒരു ഫിനിഷിങ് കൊടുക്കണം. അപ്പോഴൊരു കുപ്പി കാണാനൊരു പ്രത്യേക ഒരു ബ്ലാക്ക് ഗോൾഡൻ കളറിൽ കാണുമ്പോൾ ഒരു പ്രത്യേക തിളക്കം വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗോൾഡൻ കളർ ഒന്ന് സ്പോഞ്ച് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആ നൂലിന് കിട്ടും. എന്നിട്ട് ഗോൾഡൻ കളർ റിബണോ ചരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കെട്ടി ബോ പോലെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ?
അപ്പോൾ നമ്മുടെ 2021 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കലണ്ടർ കൂടുതലും എനിക്കൊന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കലണ്ടറാണ്. ഞാൻ ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമല്ലേ, പ്രിൻ്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വരച്ചും എഴുതിയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അത് കുറച്ച് സമയം വേണം എനിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ പ്രിൻ്റ് എടുത്തു. ഞാൻ പറഞ്ഞല്ലോ, കുറഞ്ഞ റേറ്റിനുണ്ട്, കൂടിയ റേറ്റിനുണ്ട്. നമ്മൾ പറയുന്ന രീതിയിൽ പ്രിൻ്റ് എടുത്ത് തരുന്നവരുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഗോൾഡൻ കളർ കൊടുത്ത് ചെയ്യണമെങ്കിൽ വൈറ്റ് കളർ ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഗോൾഡൻ കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ദേ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, സിമ്പിളല്ലേ, പെട്ടെന്ന് പരിപാടി കഴിയും. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത വർഷം കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. എല്ലാവർക്കും, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ.